ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നു, 6:30 മണിയായി. ചിലപ്പം ചേട്ടൻ നേരത്തെ വരും, താമസിച്ച് വരും. അപ്പോൾ ചൂരയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, ഇതിന് അറിയാമല്ലോ. അപ്പം ഞാൻ ചൂര കാണിച്ചില്ലേ, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സിന്ധു ചെന്ന ചോക്ലേറ്റിൻ്റെ അത് കിട്ടിയപ്പോൾ പിന്നെ ബ്രെഡ് മേടിച്ച് അതപ്പം തന്നെ വൈകിട്ട് വന്നപ്പോഴേ എല്ലാവരും കഴിച്ചു. അപ്പോൾ ഞാൻ പയർ തോരൻ വെക്കാനായിട്ട് അടുപ്പിൽ വെച്ചിരുന്നു, അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചൂര മുറിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് അച്ചാറിടാമെന്ന്. കാരണം എന്ന് വെച്ചാൽ പൊരിച്ചാലും കറി വെച്ചാലും എൻ്റെ മകൻ കഴിക്കത്തില്ല. പക്ഷേ അവന് ഈ അച്ചാറിട്ട് കൊടുത്താൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2 ചീനി ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തേക്ക് നമുക്ക് ചോറാക്കാം. എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാട്ടോ രാത്രി ചോറ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കണമെങ്കിൽ തന്നെ നേരത്തെ കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഈ ദിവസം 2 ദിവസം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം മോൻ ഓട്ടത്തിന് പോയില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചോറാക്കി. ഓട്ടത്തിന് പോവുകയാണെങ്കിൽ 11:30 ആവും വരാൻ കേട്ടോ. അപ്പോൾ പിന്നെ ചോറ് കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ കാപ്പി ഉണ്ടാക്കിയാലേ പറ്റൂ. കാരണം ചോറ് രാത്രിയിലാകുമ്പോൾ മറ്റേ ഏത് അരിയാണെങ്കിലും അവന് ഇഷ്ടമല്ല കേട്ടോ. അവന് പൊതുവേ രാത്രി ചോറ് കഴിക്കുന്നത് ഇഷ്ടമല്ല, മോക്കും ഇഷ്ടമല്ല. പിന്നെ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. ചേട്ടന് ചോറാണ് ഇഷ്ടം, എങ്കിൽ താല്പര്യമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ കാപ്പി ഉണ്ടാക്കുന്നതുകൊണ്ട് ചേട്ടൻ പിന്നെ അതിൻ്റെ കൂടെ കഴിച്ചു പോകണതാണ് കേട്ടോ. അങ്ങനെ പക്ഷേ ചോറ് കഴിക്കാതിരിക്കുന്നതിലേ നല്ലത്. അങ്ങനെ ഞാൻ കുറച്ച് 2 ചീനി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് എളുപ്പം അങ്ങ് ചീനി വെക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ പൊരിക്കാനൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് മീൻ കറിക്കുള്ളതും റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം വരട്ടപ്പം നമ്മൾ തലേന്ന് വെച്ച കുറച്ച് കരട് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം കൂടെ ഞാൻ നല്ല പുരട്ടി വെച്ചിട്ട് നമ്മൾ മീനോട് ഇട്ട് കൊടുക്കുക. അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ, മുളക് പൊടി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കാതെ ഇങ്ങനെ തന്നെ നമ്മൾ കലക്കി അങ്ങ് വെക്കും. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചൂരയുടെ മുള്ളും തലയും കുറച്ച് കഷ്ണവും അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ പൊരിക്കാനിട്ടെടുത്തു. കാരണം മീൻകറി പിന്നെ ചേട്ടനും മോക്കും മാത്രം മതിയല്ലോ എന്ന് വെച്ചിട്ടേ. അപ്പോൾ രാത്രിയും കൂട്ടും, ഉച്ചത്തേക്കും വേണം. അപ്പോഴത്തേക്ക് ചൂരയാണ് കേട്ടോ മോൻ കൂട്ടാത്തത്. അവന് പിന്നെ അച്ചാറിട്ടാൽ കൂട്ടും, പക്ഷേ കറിയും പൊരിച്ച മീൻ ഇഷ്ടമല്ല. അങ്ങനെയാണ് മോൻ. പിന്നെ പൊതുവേ മീൻ കൂട്ടാറില്ല, പൊരിച്ച മീൻ മാത്രമേ എല്ലാം കൂട്ടും. പക്ഷേ ചൂര ഇത് പൊരിച്ചതും തിന്നത്തില്ല, പക്ഷേ അച്ചാർ കൂട്ടും. അതെന്താണോ അങ്ങനെയെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. പിന്നെ ഞാൻ എളുപ്പത്തന്നെ നമ്മൾ മീൻ വറുക്കാനായിട്ട് വെച്ചു കേട്ടോ, അച്ചാറിടാനുള്ളതേ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചീനി, കപ്പ എന്നൊക്കെ പറയും, നമ്മൾ ചീനി എന്നാണ് പറയുന്നത് കേട്ടോ. അത് വേവിക്കാൻ വെച്ചു. അപ്പോൾ രാത്രിയല്ലേ, കുറച്ച് വിശാലത ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പയർ തോരനും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, മീൻകറി കൂട്ടാത്തുണ്ട്. പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ചീനി വെന്ത് വെച്ചിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇടുന്നതേ ഉള്ളൂ, തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചിക്കി എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ മീനൊക്കെ നല്ല പൊരിഞ്ഞ്, ഒരുപാടങ്ങ് പൊരിക്കണ്ട കേട്ടോ, നമ്മൾ അച്ചാറിടാനുള്ളതല്ലേ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് അത് വെച്ച് നമ്മൾ മീൻകറി നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. അതിന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി അപ്പോഴും ഇട്ട് കൊടുക്കും കേട്ടോ. അതിനി അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് കുരുമുളകല്ല ഇതിനകത്ത് ഇടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉലുവാപ്പൊടിയും കടുവും ഇട്ടിട്ട്, പിന്നെ നമ്മൾ സാധാ കടുക് വറുക്കുന്ന പോലെ ഉള്ളി ഇടത്തില്ലെന്നേ ഉള്ളൂ, കറിവേപ്പിലയും മുളകും ഒക്കെ ഇട്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം ഇട്ട് നല്ലോണം മൂത്ത് വരുമ്പം പിന്നെ ഞാൻ അണച്ചിട്ടാണ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നല്ല ചീനി ചേട്ടാ അവിടെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ പൊടിയിട്ട് കുറച്ച് കായപ്പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കും കേട്ടോ, ഒരു മണം കിട്ടട്ടെ എന്ന് വെച്ചിട്ടേ. അപ്പോൾ ഇതിൽ ഉലുവാപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. അങ്ങനെ മുമ്പ് ഞാൻ ചേർക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ ചേർക്കാറില്ല. പിന്നെ നല്ല എണ്ണയ്ക്കകത്ത് മൂത്ത് വരുമ്പം നമ്മൾ പിന്നെ ചെറിയ തീ വെച്ചിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കും. എന്തായാലും അച്ചാറിന് വിനാഗിരി വേണമല്ലോ. ഞാൻ പിന്നെ കുറച്ചേ ചേർത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഇതിപ്പോൾ 2 ദിവസത്തേക്കേ കാണത്തുള്ളൂ. അപ്പോൾ തോനെയും ചേർക്കണ്ടില്ല. എന്നിട്ട് കുറച്ച് ചേർത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മീനൊന്ന് വെന്ത് സെറ്റായി വരാൻ വേണ്ടി. അങ്ങനെ എന്നാലും കുറച്ചാണെങ്കിലും മീൻ അത്യാവശ്യത്തിന് വിനാഗിരി വേണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ്, കുറച്ച് തിളച്ച വെള്ളം തണുപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് 2 ദിവസം ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് നാൾ വെച്ചേക്കാൻ പറ്റത്തില്ല, ഒരാഴ്ചയൊക്കെ ഇരിക്കും തിളച്ച വെള്ളം തണുപ്പിച്ചത് ചേർത്താലേ. ആ ഇടുമ്പോഴത്തെ രീതിയാണ് കേട്ടോ ഞാൻ ഓരോന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ മീൻ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതോട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ അച്ചാർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചേ ഇട്ടുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ മോന് പിന്നെ കറിയും മീനും. പക്ഷേ മോക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. അച്ചാറാണെങ്കിൽ പിന്നെ പറയണ്ട, മീനച്ചാർ എല്ലാം പൊതുവേ മക്കൾക്കെല്ലാം ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും അച്ചാറിടുമ്പോൾ കുറച്ച് വെളുത്തുള്ളി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ പരീക്ഷിച്ച് പലവിധം നോക്കാറുണ്ട്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് കുറച്ച് ഇടത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അച്ചാർ ഇനി കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചാറുള്ളതാണ് ഇവിടെ ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ മീൻകറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറിനോട് ചേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ചേട്ടന് അങ്ങനെ അച്ചാർ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ചേട്ടന് കുറച്ച് മീൻകറി, ഒരു പൊരിച്ച മീനുണ്ടെങ്കിൽ ചോറ് കുശാലാണ്. ചേട്ടന് രാത്രിയും ചോറാണ് ഇഷ്ടം. പിന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെ കാപ്പി കഴിക്കുന്നു, ഞാൻ പിന്നെ പറയാം എപ്പോഴും ചോറ് കഴിക്കണ്ടെന്ന് വെച്ചിട്ട്
പിന്നെ രാത്രിയിൽ ഇന്ന് കാപ്പി കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ മീൻകറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത്തിരി കൂടെ ഒന്ന് വറ്റിച്ച് അതങ്ങ് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം കഴിക്കാനായിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവച്ചു കേട്ടോ. സാധാരണ ഇങ്ങനെയൊന്നുമില്ല, ഇത് പിന്നെ ഞാൻ ചെന്ന് ചോറല്ലേ, അപ്പം ഞാൻ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് വന്നു പറഞ്ഞിട്ട് ഞാൻ ഓരോ പാത്രം എടുത്ത് എല്ലാവർക്കും ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ. നമ്മളിതിൻ്റെ പണ്ട് ഇങ്ങനെയല്ലേ നമ്മളമ്മമാർ ചെയ്യുന്ന. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കതൊക്കെ ഒരു ഭയങ്കര സന്തോഷം. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, അവരോട്ട് തിന്നും. പിന്നെ ഈ ഒരുമിച്ച് കിട്ടുന്ന മിക്കവാറും രാത്രിയായിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രമിക്കാറുണ്ട് കേട്ടോ. മറ്റേത് ഇവർ കോളേജിൽ പോവും, ഞാൻ മാത്രമല്ലേ കാണത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് തിന്നാനും ഭയങ്കര മടിയാണ്. നമ്മളെല്ലാം കൂട്ടമായിട്ട് കഴിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം. അങ്ങനെ കാറിൽ കയറി ചേട്ടന് എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സന്തോഷമല്ലേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ എല്ലാം കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ചേട്ടന് കൊടുത്ത് ഇനി അടുത്ത മോക്കെടുക്കുകയാണ് കേട്ടോ. മോനപ്പം വന്നില്ല, മോനെ ഒന്നും ഇട്ട് വയ്ക്കാൻ പറഞ്ഞു. അവൻ പിന്നെ എല്ലാ കറികളും കൂട്ടുള്ളൂ. അവന് പിന്നെ മീൻ കറി വേണ്ടെന്നേ ഉള്ളൂ, മീനും വേണ്ട. അപ്പോൾ അവൾക്ക് പിന്നെ ചീനി, അച്ചാറ്, മീൻ കറിയോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം മീൻ പൊരിച്ചത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പിന്നെ ചേട്ടൻ കഴിച്ചോളും. ചേട്ടന് പിന്നെ മീൻ പൊരിച്ചത് മീൻ കറി മാത്രമാണ്, അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കുന്ന ദിവസം നേരത്തെ കഴിക്കും കേട്ടോ, ഒരു 8:30 ആകുമ്പോൾ കഴിക്കും. കാപ്പിയാണെങ്കിൽ 9 മണിക്ക് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.